ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റെസിപ്പിയാണ്. ഇറച്ചി മീൻ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ പ്രത്യേകിച്ച് അളന്നിട്ടൊന്നുമല്ല ചെയ്തിട്ടുള്ളത് കേട്ടോ. കറിവേപ്പിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം കൂടുതലാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. ഇനി ഒരു ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കുക. അതിനുശേഷം ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് ആ ഒരു അരച്ചിട്ടുള്ള ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൽ ഞാൻ ഇഞ്ചി ചേർത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഞ്ചി വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണം ഇതിൻ്റെ കൂടെ അരച്ച് ചേർക്കാം. ഇഞ്ചി ചേർക്കാഞ്ഞാലും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല എരിവ് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് മുളക് ചേർക്കാം. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ മിക്സിയുടെ ആ ഒരു ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുക. നമ്മൾ ചതച്ചിട്ടുള്ള ആ ഒരു ജാറിൽ തന്നെ അതിൻ്റെ കുറച്ചും കൂടെ ഉണ്ടാവും. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുതിർത്ത് കഴുകി വാരി വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സോയ ചങ്ക്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ലോണം വെള്ളം പിഴിഞ്ഞിട്ട് വേണം എടുക്കാൻ കേട്ടോ. വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ വെള്ളമൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാവും. അത് നല്ലോണം കൈ വെച്ചിട്ട് നല്ലോണം പിഴിഞ്ഞതിന് ശേഷം ഡ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു മസാലയിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റോ ഒക്കെ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് തന്നെ പിടിക്കും. അപ്പോൾ നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പും പുളിയൊക്കെ നോക്കുക കേട്ടോ നിങ്ങളുടെ പാകത്തിന് ഉണ്ടോ എന്നുള്ളത്. ഇനി നമുക്കിത് നല്ല ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. എല്ലാം കൂടെ ഞാൻ ഒരുമിച്ചിടുന്നില്ല കേട്ടോ, പകുതിയായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ പകുതി ഫ്രൈ ആക്കിയതിന് ശേഷം മറ്റേ പകുതിയും കൂടെ നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഇറച്ചി മീനൊന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ചോറ് കഴിക്കാൻ പറ്റും. നല്ല പോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം. ഇനി കൂടുതലായിട്ട് ഫ്രൈ ആവണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഹാഫ് ആകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല പോലെ തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.